നമ്മുടെ ഭൂമിയിൽ ഒരുപാട് രാജ്യങ്ങളുണ്ട്. ഈ രാജ്യങ്ങളിൽ ഏറ്റവും അവിശ്വസനീയമായിട്ടുള്ള ഒരുപാട് പ്രത്യേകതകളുള്ള ഒരു രാജ്യമാണ് ഭൂട്ടാൻ. ഭൂട്ടാൻ എന്ന് പറയുന്ന രാജ്യം ഒരു മിസ്റ്ററി തന്നെയാണ്. എന്തുകൊണ്ടാണ് ഭൂട്ടാൻ ഇങ്ങനെ ഒരു അത്ഭുതമായി മാറുന്നത് എന്ന് വഴിയെ പറയാം. ഭൂട്ടാനെ കുറിച്ച് ആദ്യം ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ പറയാം. ലോകത്തിലെ തന്നെ ഏറ്റവും സന്തോഷത്തോടു കൂടിയുള്ള മനുഷ്യർ ജീവിക്കുന്ന ഒരു രാജ്യമാണ് ഭൂട്ടാൻ. ഭൂട്ടാനിൽ എല്ലാവരും സന്തുഷ്ടരാണ്, ഹാപ്പിയാണ്. അവരവരുടെ മനോഹരമായ ജീവിതം ആസ്വദിക്കുകയാണ്. നമുക്കറിയാവുന്ന അനുസരിച്ച് ലോകത്തെ അത്യാഡംബരം നിറഞ്ഞ ജീവിതം നയിക്കുന്നവരൊന്നും അല്ല ഭൂട്ടാനിലുള്ളത്. ഇപ്പൊ പോലെ യു എയിൽ ദുബായ് എന്നൊക്കെ പറയുന്നത് ലോകത്തിലെ ഏറ്റവും അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരു സിറ്റിയാണ്. ചൈന പോലെയോ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ അമേരിക്ക പോലെയോ യൂറോപ്പ് പോലെയോ അല്ല ഭൂട്ടാൻ എന്ന് പറയുന്നത്. പ്രകൃതിയുമായിട്ട് ഇണങ്ങി ജീവിക്കുന്ന മനുഷ്യരാണ് കൂടുതലുമുള്ളത്. പക്ഷെ അവര് വളരെയധികം ഹാപ്പിയാണ്. ഭൂട്ടാൻ എന്ന് പറയുന്ന രാജ്യത്തിൽ 70% പ്രദേശവും ഫോറസ്റ്റ് നിറഞ്ഞതാണ്, അല്ലെങ്കിൽ വനപ്രദേശമാണ് എന്നുള്ളതാണ് മറ്റൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യം. ഭൂട്ടാനുമായി ബന്ധപ്പെട്ട് ചില നിഗൂഢമായ കാര്യങ്ങളുണ്ട്. ഈ നിഗൂഢതയ്ക്ക് ബലമേകുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം അവരുടെ ഭരണഘടനയിൽ തന്നെ പറയുന്നുണ്ട്. ഭൂട്ടാൻ എന്ന് പറയുന്ന രാജ്യം നിർബന്ധമായും പാലിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ 60% രാജ്യത്തിന്റെ ടോട്ടൽ ഏരിയയുടെ 60% നിർബന്ധമായിട്ട് എല്ലാ കാലത്തേക്കും ഫോറസ്റ്റ് ആയി തന്നെ ഉണ്ടാകണമെന്ന് കൃത്യമായിട്ടും ഭൂട്ടാന്റെ ഭരണഘടനയിൽ പറയുന്നുണ്ട്. തികച്ചും വിചിത്രമായ ഒരു കാര്യമാണ് അല്ലേ ഇത്? നമ്മൾ മറ്റ് രാജ്യങ്ങളിലൊന്നും കേൾക്കാത്തൊരു കാര്യമാണ്. ഒരു രാജ്യത്തിന്റെ 60% എല്ലാ കാലവും ഫോറസ്റ്റ് ആയി തന്നെ തുടരണമെന്ന് ഭരണഘടനയിൽ തന്നെ പറയുക. ഇത് ഭൂട്ടാന്റെ ഒരു പ്രത്യേക സവിശേഷതയാണ്. പ്രകൃതിക്കും ആ ഒരു ഭൂമിക്കും ഇത്രയും പ്രാധാന്യം കൊടുക്കുന്ന മറ്റൊരു രാജ്യം ലോകത്തുണ്ടോ എന്ന് സംശയമാണ്. കാരണം ലോകത്ത് കാർബൺ നെഗറ്റീവ് ആയിട്ടുള്ള ഏക രാജ്യം ഭൂട്ടാനാണ്. എന്ന് വെച്ചാൽ ഏറ്റവും ശുദ്ധമായ വായു നമുക്ക് ഭൂട്ടാനിൽ കിട്ടും. എന്ന് പറഞ്ഞാൽ ഭൂട്ടാനിൽ കാർബൺ കൊണ്ടുള്ള മലിനീകരണം ഇല്ല എന്ന് തീർത്തും പറയാം. 100% റിന്യൂവബിൾ എനർജിയാണ് ഭൂട്ടാൻ ഉൽപ്പാദിപ്പിക്കുന്നത്, അതും ഹൈഡ്രോ പവർ എനർജി. സോ ഇങ്ങനെ ഒരുപാട് പ്രത്യേകതകൾ ഭൂട്ടാനുണ്ട്. ഭൂട്ടാൻ എന്ന് പറയുന്ന രാജ്യം ഏതാണ്ട് കംപ്ലീറ്റ് ആയിട്ട് ഇന്ത്യയാണ് ഈ ഒരു രാജ്യത്തിനെ പ്രൊട്ടക്ട് ചെയ്യുന്നത്. ഇപ്പോ ലോകത്ത് ഒരുപാട് രാജ്യങ്ങൾക്ക് ഭൂട്ടാനിൽ എംബസി ഒന്നുമില്ല. ന്യൂഡൽഹിയിലാണ് എംബസി ഉള്ളത്. ന്യൂഡൽഹിയിലെ എംബസികൾ വഴിയാണ് ഭൂട്ടാനുമായിട്ട് കോണ്ടാക്ട് ചെയ്യുന്നത്. ഭൂട്ടാനിൽ ഉള്ള ഏക എംബസി എന്ന് വെച്ചാൽ പൂർണ്ണമായിട്ടുള്ള നയതന്ത്ര പരിരക്ഷയോട് കൂടിയുള്ള ഒരു കംപ്ലീറ്റ് ആയിട്ടുള്ള ഏക എംബസി ഇന്ത്യയുടെ എംബസിയാണ്. ഒമാന്റെയും ബംഗ്ലാദേശിന്റെയും പ്രതിനിധികൾ മുൻകാലങ്ങളിൽ അനുവദിക്കപ്പെട്ടിട്ടുണ്ട്. വേറെ രാജ്യങ്ങൾക്കൊന്നും തന്നെ ഭൂട്ടാനിൽ എംബസിയോ നയതന്ത്ര പ്രോഗ്രാമുകളോ ഇല്ല, ചൈനയ്ക്കോ അമേരിക്കയ്ക്കോ പോലും. എന്തുകൊണ്ടാണ് ഭൂട്ടാൻ സ്വയം ഇങ്ങനെ ഐസൊലേറ്റഡ് ആയിട്ട് നിൽക്കുന്നത്? മറ്റ് ലോക രാജ്യങ്ങളിൽ നിന്ന് തികച്ചും മാറി ഒറ്റപ്പെട്ട് നിൽക്കാനായിട്ടാണ് ഭൂട്ടാൻ ആഗ്രഹിക്കുന്നത്. ഭൂട്ടാൻ അവരുടെ ഭൂപ്രകൃതിയും രാജ്യവും പ്രൊട്ടക്ട് ചെയ്യുകയാണ്. എന്താണ് ഭൂട്ടാൻ ലോകത്ത് നിന്ന് ഒളിപ്പിച്ചു വെക്കാൻ ശ്രമിക്കുന്നത്? ഭൂട്ടാനുമായി ബന്ധപ്പെട്ടുള്ള ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു തിയറി ഉണ്ട്. നമ്മൾ ഈ ശംഭാല എന്ന് പറയുന്ന ഒരു ഹിഡൻ സിറ്റിയെ കുറിച്ച് കേട്ടിട്ടുണ്ടല്ലോ. ഈ ശംഭാല എന്ന് പറയുന്നത് നമ്മുടെ സാധാരണ ലോകത്തിൽ നിന്ന് തികച്ചും ഡിഫറെന്റ് ആയിട്ടുള്ള വളരെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള മനുഷ്യർ ജീവിക്കുന്ന ഒരു പ്രദേശമാണ്, അല്ലെങ്കിൽ ഒരു നഗരമോ രാജ്യമോ ആണ്. എവിടെയാണ് ഈ ശംഭാല? കൈലാസ പർവ്വതവുമായി ബന്ധപ്പെട്ട് ചില തിയറികൾ നിൽക്കുന്നുണ്ട്. അതായത് ശംഭാലയ്ക്കുള്ള ഒരു എൻട്രൻസ് കൈലാസ പർവ്വതത്തിലാണ് എന്ന തരത്തിൽ. മറ്റൊരു തിയറി എന്ന് പറയുന്നത് ശംഭാല എന്ന് പറയുന്ന ആ ഒരു വിചിത്രവും നിഗൂഢവുമായ ലോകത്തേക്കുള്ള വാതിൽ, അല്ലെങ്കിൽ ആ ഒരു ഒളിഞ്ഞിരിക്കുന്ന ഹിഡൻ ആയിട്ടുള്ള നഗരം, അത് ഭൂട്ടാനുമായി ബന്ധപ്പെട്ടതാണ്. ഒന്നുകിൽ ഭൂട്ടാനിൽ എവിടെയോ ആകാം, അതല്ലെങ്കിൽ ഭൂട്ടാനിൽ നിന്നുള്ള ഒരു എൻട്രൻസ് ആ നഗരത്തിലേക്കുണ്ട്. അതുകൊണ്ടാണ് ഭൂട്ടാൻ ലോകത്തിൽ നിന്ന് തികച്ചും ഒറ്റപ്പെട്ട് നിൽക്കാൻ ആഗ്രഹിക്കുന്നത്. ഭൂട്ടാനിലേക്ക് ടൂറിസ്റ്റുകൾക്ക് പോകാം, പക്ഷെ ഒരുപാട് നിയന്ത്രണങ്ങളുണ്ട്. ഭൂട്ടാനിൽ അങ്ങനെ എല്ലായിടത്തും എല്ലാ ടൂറിസ്റ്റുകൾക്കും കയറി പോകാനും പറ്റില്ല. നിയന്ത്രിതമായ അളവിൽ മാത്രമാണ് ഭൂട്ടാൻ ടൂറിസ്റ്റുകളെ അങ്ങോട്ട് ക്ഷണിക്കുന്നത്. അതുകൊണ്ടൊക്കെ തന്നെയാണ് ഭൂട്ടാൻ എന്തൊക്കെയോ ലോകത്ത് നിന്ന് മറച്ചു വയ്ക്കുന്നു എന്നൊരു സംശയവും ഉണ്ടാവുന്നത്. 2004 ഭൂട്ടാൻ ഒരു കടുത്ത തീരുമാനമെടുത്തു. അതായത് ടൊബാക്കോ ബാൻ ചെയ്യുന്ന ലോകത്തിലെ തന്നെ ആദ്യത്തെ രാജ്യമായിട്ട് ഭൂട്ടാൻ മാറി. ബാൻ ചെയ്യുക എന്ന് പറഞ്ഞാൽ വിൽക്കാനും പറ്റില്ല, പ്രൊഡക്ഷൻ നടത്താനും പറ്റില്ല എന്ന തീരുമാനമാണ് ഭൂട്ടാൻ അന്ന് എടുത്തത്. പബ്ലിക് പ്ലേസിൽ ഒരു കാരണവശാലും അവിടെ സ്മോക്ക് ചെയ്യാനും പറ്റില്ല. ഇനി സിഗരറ്റ് ഇമ്പോർട്ട് ചെയ്യുകയാണെങ്കിൽ ഹെവി ടാക്സും ചുമത്തിയിട്ടുണ്ട്. ഒരു പവിത്രമായ ക്ഷേത്രത്തെ അല്ലെങ്കിൽ ഒരു ആരാധനാലയത്തെ, ഒരു പള്ളിയെ പ്രൊട്ടക്ട് ചെയ്യുന്നത് പോലെ ആ പവിത്രതയോടെയാണ് ഭൂട്ടാൻ എന്ന് പറയുന്ന രാജ്യത്തിന്റെ ഭരണാധികാരികൾ ആ രാജ്യത്തെ പ്രൊട്ടക്ട് ചെയ്യുന്നത്. ഭൂട്ടാനില് ഇതിഹാസങ്ങളിൽ പറയുന്ന ഒരു ബിയുൽ അഥവാ ഒരു ഹിഡൻ ആയിട്ടുള്ള ഒരു വിശുദ്ധ താഴ്വരയുണ്ട്.
ഈ വിശുദ്ധ താഴ്വരകൾ എന്ന് പറയുന്നത് ആത്മീയമായിട്ട് ഉന്നതിയിലേക്ക് എത്തിയ വളരെ പ്യുവറായിട്ടുള്ള ആളുകൾക്ക് മാത്രം കാണാൻ കഴിയുന്ന ഒന്നാണ്. എന്ന് വെച്ചാൽ സാധാരണ മനുഷ്യർക്ക് ഒരിക്കലും ഇത് കണ്ടെത്താൻ കഴിയില്ല. ഭൂട്ടാനീസ് ഇതിഹാസങ്ങളിൽ ഈ ബിയുൾ എന്ന് പറയുന്ന വിശുദ്ധ താഴ്വരകളെ കുറിച്ച് വളരെ പ്രതിപാദിക്കുന്നുണ്ട്. ഈ വിശുദ്ധ താഴ്വരകൾ ഒരുപക്ഷെ ശംഭാലയാകാം എന്ന് കരുതപ്പെടുന്നുണ്ട്. അതായത് ഇത് ഒന്നാണ്. ഭൂട്ടാനികൾ പറയുന്ന ആ വിശുദ്ധ താഴ്വരകളിൽ തന്നെയാണ് ശംഭാല എന്ന് പറയുന്ന ആ ഹിഡൻ സിറ്റി എന്നാണ് കരുതപ്പെടുന്നത്. നിഗൂഢമായ മറ്റൊരു ലോകത്തിലേക്ക്, അത് ആത്മീയതയുടെ ലോകമാകാം, അല്ലെങ്കിൽ ശംഭാലയെ കുറിച്ച് ഇപ്പോൾ എല്ലാവർക്കും അറിയാം. കൽക്കി സിനിമ ഇറങ്ങിയതോടെ തികച്ചും ഡിഫറൻ്റ് ആയിട്ടുള്ള ഒരു ലോകം, ആ ലോകത്തിലേക്ക് നയിക്കുന്ന പാതകളോ വാതിലുകളോ ഈ വിശുദ്ധ പർവ്വതങ്ങളിലെ താഴ്വരകളിൽ എവിടെയോ ഉണ്ട് എന്നാണ് പറയപ്പെടുന്നത്. നോക്കൂ, ഞാൻ വീഡിയോയുടെ തുടക്കത്തിൽ പറഞ്ഞു, ഭൂട്ടാൻ വളരെ പ്രധാനമായിട്ടും പറയുന്ന ഒരു കാര്യമുണ്ട്. അവരുടെ രാജ്യത്ത് 60% എല്ലാ കാലവും ഫോറസ്റ്റ് ഉണ്ടായിരിക്കണം. ഈ ഫോറസ്റ്റ് എന്ന് പറയുന്നത് നിലനിർത്തേണ്ടത് വളരെ അത്യാവശ്യമാണെന്ന് ഭൂട്ടാൻ കരുതുകയാണ്. ഇത് എന്തുകൊണ്ടാണ് എന്നൊന്നും നമുക്കറിയില്ല. പക്ഷേ ഈ വലിയ പർവ്വതങ്ങളും മലകളും ഒക്കെയുള്ള ഭൂട്ടാൻ 60% ഫോറസ്റ്റ് നിറഞ്ഞ ഒരു പ്രദേശമാകുമ്പോൾ പല മേഖലകളിലേക്കും സാധാരണക്കാർക്ക് ഒരിക്കലും കടന്നു ചെല്ലാൻ കഴിയില്ല എന്നൊരു പ്രത്യേകത കൂടിയുണ്ട്. ലോകം മുഴുവൻ ആധുനിക ടെക്നോളജി, വമ്പൻ കെട്ടിടങ്ങൾ വേണം, അത് വേണം, ഇത് വേണം എന്നൊക്കെ പറഞ്ഞിട്ട് വൻതോതിൽ ഭയങ്കരമായിട്ട് ഇൻവെസ്റ്റ് ചെയ്തിട്ട് ഡെവലപ്മെന്റ് നടത്തുമ്പോൾ ഭൂട്ടാൻ അതിൽ നിന്നൊക്കെ വിട്ടു നിൽക്കുകയാണ്. പക്ഷേ ഭൂട്ടാനിലെ ഭരണകൂടത്തിന് അറിയാം, അവരുടെ ചെറുപ്പക്കാർക്കും ചിലപ്പോൾ ആഗ്രഹങ്ങളൊക്കെ ഉണ്ടാകും ഒരു ലക്ഷറിയസ് നഗരത്തിലൊക്കെ താമസിക്കണമെന്ന്. അതുകൊണ്ട് ഭൂട്ടാൻ എന്ത് ചെയ്തെന്ന് വെച്ചാൽ ഇന്ത്യയുമായിട്ട് ചേർന്നുകൊണ്ട് ഇന്ത്യ ഭൂട്ടാൻ അതിർത്തിയിൽ ഒരു മോഡേൺ ആയിട്ടുള്ള നഗരം ഡെവലപ്പ് ചെയ്യാനുള്ള ഒരു പ്രോജക്റ്റുമായിട്ട് മുന്നോട്ട് പോകുന്നുണ്ട്. അതിനെക്കുറിച്ച് ഞാൻ മറ്റൊരു വീഡിയോയിൽ വിശദമായി സംസാരിക്കാം. പക്ഷെ അപ്പോഴും ഭൂട്ടാൻ എന്ന് പറയുന്ന രാജ്യത്തിന്റെ ഉള്ളിലെ നിഗൂഢതകളിലേക്ക് അവർ കടന്നു പോകുന്നേയില്ല. നിഗൂഢമായ പർവ്വതങ്ങളും താഴ്വരകളുമൊക്കെ മറ്റ് മനുഷ്യരിൽ നിന്നും എന്നും അവർ പ്രൊട്ടക്ട് ചെയ്ത് നിലനിർത്തിയിരിക്കുകയാണ്. ടിബറ്റിനും ഭൂട്ടാനും പൊതുവായിട്ടുള്ള ഒരു പ്രത്യേകതയുണ്ട്. വജ്രയാന ബുദ്ധിസമാണ് ഇവിടെ ഫോളോ ചെയ്യുന്നത്. ഇന്ത്യയിലെ ബുദ്ധ സന്യാസിയായിട്ടുള്ള പത്മസംഭവയാണ് ഈ ഒരു വജ്രയാന ബുദ്ധിസത്തെ ഈ തരത്തിൽ വലിയ രീതിയിൽ പ്രചരിപ്പിക്കുകയും വളർത്തുകയും ഒക്കെ ചെയ്തത്. ഈ ടിബറ്റൻസും നമ്മുടെ ഭൂട്ടാനിലുള്ള ബുദ്ധ സന്യാസിമാരും ഇതാണ് പ്രധാനമായിട്ടും ഫോളോ ചെയ്യുന്നത്. ബുദ്ധിസത്തിന്റെ ഒരു ശാഖ തന്നെയാണ് ഈ വജ്രയാന ബുദ്ധിസം എന്ന് പറയുന്നത്. ലോകം മുഴുവൻ പിടിച്ചടക്കാനായിട്ട് ബ്രിട്ടീഷുകാരും യൂറോപ്യൻസും ഒക്കെ ഇറങ്ങി പുറപ്പെട്ടപ്പോഴും ടിബറ്റൻ റീജിയൺ എന്ന് പറയുന്നത് അവർക്ക് എത്തി നോക്കാൻ പറ്റാത്തൊരു പ്രദേശമായിരുന്നു. ടിബറ്റും ഭൂട്ടാനും ഒക്കെ പ്രകൃതിയാൽ തന്നെ പ്രൊട്ടക്റ്റഡ് ആയിട്ടുള്ള പ്രദേശങ്ങളായിരുന്നു. എന്നാൽ ചൈന കമ്മ്യൂണിസ്റ്റ് ചൈനയായിട്ട് മാറിയതിനു ശേഷം ഈ ടിബറ്റൻ റീജിയൻ പിടിച്ചെടുക്കാൻ തീരുമാനിച്ചതോടെ ബുദ്ധ സന്യാസിമാര് ഒരുപക്ഷെ അവരുടെ വിലപ്പെട്ടതായി അവർ കരുതുന്ന ആയിരക്കണക്കിന് വർഷങ്ങളായിട്ട് അവര് കൊണ്ടു നടക്കുന്ന അമൂല്യങ്ങളായിട്ടുള്ള നിരവധി രഹസ്യങ്ങൾ അടങ്ങുന്ന ഗ്രന്ഥങ്ങളും അവരുടെ സംതിങ് നമുക്ക് എക്സ് ഓർ വൈ എന്ന് പറയാവുന്ന അനവധി വസ്തുക്കളുണ്ട്. ഇത് പലതും US ഇന്റലിജൻസ് റിപ്പോർട്ടിൽ ക്ലാസിഫൈഡ് ആയിട്ടുള്ള ഡോക്യുമെന്റ്സിൽ ഉൾപ്പെടുന്നവയാണ്. സോ ഇങ്ങനെയുള്ള നമുക്കറിയാത്ത നിഗൂഢമായ കുറെ വസ്തുക്കൾ, അതിനകത്ത് ഗ്രന്ഥങ്ങൾ ഉണ്ടാകാം, മറ്റു പല വസ്തുക്കൾ ഉണ്ടാകാം, കാലചക്രവുമായി ബന്ധപ്പെട്ട ഒരുപാട് സീക്രട്ടുകൾ ഉണ്ടാകാം. ഇതെല്ലാം തന്നെ ഭൂട്ടാനിലേക്ക് മാറ്റിയിരിക്കാം എന്ന് കരുതപ്പെടുന്നുണ്ട്. അപ്പോൾ ഭൂട്ടാനിലൂടെ ശംഭാലയിലേക്ക് ഒരു കണക്ഷൻ ഉള്ളതായിട്ടാണ് വിശ്വസിക്കപ്പെടുന്നത്. ഈ ടിബറ്റ് എന്ന് പറയുന്നത് ഇന്ത്യയിലെ സന്യാസിമാരുടെ കൂടി ഒരു പ്രദേശമാണ്. ഇത് ശരിക്കും പാർട്ട് ഓഫ് ഇന്ത്യ എന്ന് പറയാവുന്ന ഒരു പ്രദേശം തന്നെയാണ്. അത് നമ്മൾ വിചാരിക്കുന്നത് പോലെ അതിർത്തി തിരിച്ച് കെട്ടിയിരിക്കുന്ന ആ രീതിയിലല്ല. ഇന്നിപ്പോ ചൈന അടക്കി വെച്ചിരിക്കുന്ന ഹിമാലയൻ പ്രദേശങ്ങൾ ഇന്ത്യയിലെ രൂപം കൊണ്ടിട്ടുള്ള ആത്മീയതയുടെ ഏറ്റവും ഉയർന്ന തലത്തിലുള്ള സന്യാസിമാരും മറ്റുമൊക്കെ ജീവിച്ചിരുന്ന പ്രദേശമാണ്. അപ്പൊ ഈ ടിബറ്റൻ ബുദ്ധിസം പോലും, ബുദ്ധിസം തന്നെ ഇന്ത്യയിൽ നിന്നാണ് ഉണ്ടാവുന്നത്. ആ ടിബറ്റൻ ബുദ്ധിസം ഈ ടിബറ്റൻ റീജിയണിൽ എങ്ങനെ ഉണ്ടായി എന്ന് ചോദിച്ചാൽ ആത്മീയതയുടെ ഉന്നതിയിലേക്ക് എത്തുന്ന സന്യാസിമാർ അവരുടെ ജീവിതം തുടരാനായിട്ട് സുരക്ഷിതമായിട്ട് തെരഞ്ഞെടുത്ത ഒരു പ്രദേശമാണ് ഹിമാലയൻ റീജിയൻസ്. അങ്ങനെയാണ് ടിബറ്റൻ മേഖലയിൽ ധാരാളം സന്യാസിമാർ ഉണ്ടാവുന്നത്. ടിബറ്റ് നിഗൂഢതകളുടെ കേന്ദ്രമാവുന്നത്. കാരണം രാജ്യങ്ങൾ തമ്മിൽ യുദ്ധം ചെയ്താലും പരസ്പരം പോരടിച്ചാലും ഈ ദുർഘടമായിട്ടുള്ള പർവ്വതങ്ങളെ മറികടന്നുകൊണ്ട് ഹിമാലയം പിടിച്ചടക്കാൻ ആരും തയ്യാറാവില്ല. വളരെ സുരക്ഷിതമായ ഒരു ആത്മീയ ഇടമെന്ന നിലയിലാണ് എല്ലാവരും ഈ ഹിമാലയൻ റീജിയൻ തെരഞ്ഞെടുക്കുന്നത്. അതുകൊണ്ടാണ് ടിബറ്റൻ മേഖല ഉൾപ്പെടെ പ്രധാനപ്പെട്ടതാകുന്നതും. പക്ഷേ ചൈന ഇത് പിടിച്ചെടുക്കാൻ ശ്രമിച്ചതോടെ ഒരുപാട് സുപ്രധാനപ്പെട്ട ഗ്രന്ഥങ്ങളും ഉൾപ്പെടെ മറ്റു പലതും ഒരുപക്ഷെ ഭൂട്ടാനിലേക്ക് തന്നെ ആയിരിക്കാം കൊണ്ടുപോയിട്ടുണ്ടാവുക. പിന്നീട് ചൈന ഭൂട്ടാൻ പിടിച്ചെടുക്കാതിരിക്കാൻ വേണ്ടിയാണ് ഭൂട്ടാൻ രാജാവ് ഇന്ത്യയുമായിട്ട് ടേംസിലെത്തുന്നതും ഇന്ത്യ ഭൂട്ടാന്റെ സംരക്ഷണം ഏറ്റെടുക്കുന്നതും. കാരണം ചൈന ഭൂട്ടാൻ പിടിച്ചെടുത്താൽ ഒരുപക്ഷെ അവർ ലോകം അറിയണ്ട എന്ന് കരുതുന്ന പല നിഗൂഢ രഹസ്യങ്ങളും പുറം ലോകത്തേക്ക് എത്തുമെന്ന് അവർ ഭയപ്പെട്ടിരുന്നിരിക്കാം. എന്താണെങ്കിലും ഇന്ത്യ അന്ന് തൊട്ട് ഇന്ന് വരെയും ഈ ഭൂട്ടാനെ പ്രൊട്ടക്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്.
ഏതെങ്കിലും ഒരു രാജ്യം ഭൂട്ടാനെ ആക്രമിച്ചാൽ അത് ഇന്ത്യക്കെതിരെയുള്ള ആക്രമണമായിട്ട് ഇന്ത്യ കാണുമെന്ന് പറയുന്നതും അതുകൊണ്ടാണ്. ഇപ്പോൾ ദോഗ്ലാം ഇഷ്യൂവിൽ ചൈന അത് മനസ്സിലാക്കിയതാണ്. ചൈന ഒന്ന് മുട്ടി നോക്കിയതാണ്, പക്ഷേ ഇന്ത്യ അവിടെ ചാടി വീണു. ഇന്നും ഭൂട്ടാനെ പ്രൊട്ടക്ട് ചെയ്യുന്നത് ഇന്ത്യയാണ്. ഭൂട്ടാൻ ഏറ്റവും കൂടുതൽ ട്രേഡ് നടത്തുന്നത് ഇന്ത്യയുമായിട്ടാണ്. മറ്റ് ലോക രാജ്യങ്ങളുമായിട്ട് ഭൂട്ടാൻ ഒരു ബന്ധം ആഗ്രഹിക്കുന്നില്ല. ഇപ്പൊ നേപ്പാളിനെ പോലെ അല്ല ഭൂട്ടാൻ. നേപ്പാൾ എന്ന് പറയുന്നത് അവർ ഡെവലപ്പ് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട്, ചൈനയെ പോലെ വികസിക്കണമെന്നൊക്കെയുള്ള ആഗ്രഹമുണ്ട്. ഭൂട്ടാന്റെ ആഗ്രഹങ്ങൾ അതല്ല. ഭൂട്ടാൻ ആ രാജ്യത്തിനെ പ്രൊട്ടക്ട് ചെയ്യാനാണ് ശ്രമിക്കുന്നത്. അതിനാണ് അവർക്ക് ഇന്ത്യയുടെ സപ്പോർട്ട് വേണ്ടത്. അതുകൊണ്ടാണ് ഇന്ത്യ അതിനെ പ്രൊട്ടക്ട് ചെയ്യുന്നതും. ഭൂട്ടാൻ അതുകൊണ്ടാണ് മറ്റ് രാജ്യങ്ങൾക്കൊന്നും തന്നെ ഒരു എംബസി പോലും ഭൂട്ടാനിൽ അനുവദിക്കാത്തത്. എന്തിനേറെ പറയുന്നു, 1999 വരെ ഭൂട്ടാനില് ഇന്റർനെറ്റും ടിവിയും ഒക്കെ ബാൻ പോലും ചെയ്തിരുന്നു. കാരണം അത്രത്തോളം അവർ ട്രഡീഷണൽ ആയിട്ട് അവരുടെ സംസ്കാരത്തെ പ്രൊട്ടക്ട് ചെയ്യാൻ ശ്രമിച്ചിരുന്നു. പക്ഷെ ഭൂട്ടാൻ രാജാവിനും ഭരണകൂടത്തിനും പിന്നീട് മനസ്സിലായി പുതിയ ജനറേഷൻ ഇതൊക്കെ ആവശ്യമാണ്. അങ്ങനെയാണ് അവര് പതിയെ പതിയെ ഓരോന്നായിട്ട് അനുവദിച്ചു കൊടുക്കുന്നത്. പക്ഷെ അപ്പോഴും അവരുടെ ആ ഒരു സംസ്കാരത്തെ അവര് വളരെ ശക്തമായി തന്നെ അത് നശിച്ചു പോകാതെ പ്രൊട്ടക്ട് ചെയ്യുന്നുണ്ട്. ഭൂട്ടാനിലെ എല്ലാ മനുഷ്യരും വെജിറ്റേറിയൻസ് ഒന്നുമല്ല. അവിടെ ഇഷ്ടമുള്ള ഭക്ഷണമൊക്കെ ആളുകൾക്ക് കഴിക്കാം. പക്ഷെ ഭൂട്ടാന്റെ മണ്ണിൽ വെച്ച് ഒരു ജീവജാലങ്ങളെയും വധിക്കാൻ പാടില്ല, കൊന്നു തിന്നാൻ പാടില്ല എന്നാണ് ഭൂട്ടാൻ കരുതുന്നത്. അതുകൊണ്ട് മൃഗങ്ങളെ കൊല്ലുന്നത് അവർ ബാൻ ചെയ്തിട്ടുണ്ട്. പകരം മാംസം കഴിക്കണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് ഇന്ത്യയിൽ നിന്ന് ഇമ്പോർട്ട് ചെയ്യുന്ന മാംസം വാങ്ങി കഴിക്കാം. ഭൂട്ടാന്റെ മണ്ണിൽ വെച്ച് കൊല്ലാൻ പാടില്ല എന്ന നിയമമുണ്ട്. യതി എന്ന് പറയുന്ന ആ ഭീമാകാരമായിട്ടുള്ള ജീവികൾ അല്ലെങ്കിൽ മനുഷ്യരെ പോലെ തോന്നിക്കുന്ന വ്യത്യസ്തമായ ആ സമൂഹം ഉണ്ട് എന്ന് വിശ്വസിക്കുന്നവരാണ് ഭൂട്ടാൻ ജനത. യതികൾ അവരുടേതായിട്ടുള്ള ഒരു ലോകത്താണ് കഴിയുന്നത്. ആ ഒരു പ്രദേശം ഉണ്ടാകാം, അല്ലെങ്കിൽ ഒരു മിസ്റ്റീരിയസ് ആയിട്ടുള്ള ഒരു സ്ഥലം ഉണ്ടാകാം. ഈ സ്ഥലത്ത് നിന്ന് പലപ്പോഴും യതികൾ പുറത്തു വരുമ്പോഴാണ് അവരെ പലരും കണ്ടതായിട്ട് അവകാശപ്പെടുന്നത് എന്നാണ് പറയപ്പെടുന്നത്. യതി ഒരിക്കലും നമ്മളിൽ പലരും കരുതുന്നത് പോലെ ഒരു മോൺസ്റ്റർ ആയിട്ടുള്ള ഒരു ക്രിയേച്ചർ അല്ല എന്നും, യതി എന്ന് പറയുന്നത് ഭൂട്ടാനെ പോലും പ്രൊട്ടക്ട് ചെയ്യുന്ന ഒരു പ്രൊട്ടക്റ്റീവ് ആയിട്ടുള്ള ഒരു ജീവസമൂഹമാണെന്നുമാണ് ഭൂട്ടാനികൾ പറയുന്നത്. ഹിന്ദു മതത്തിലെയും ബുദ്ധമതത്തിലെയും ജൈന മതത്തിലെയും ഒക്കെ വളരെ നിഗൂഢങ്ങളായിട്ടുള്ള നിരവധി രഹസ്യങ്ങൾ ഒളിഞ്ഞിരിക്കുന്ന ആത്മീയമായിട്ടുള്ള ഒരുപാട് രഹസ്യങ്ങളുള്ള ഒരു പ്രദേശമാണ് ഭൂട്ടാൻ. ഈ ശംഭാല എന്ന് പറയുന്ന കണക്ഷൻ അവിടെയാണ് കുറെ കൂടി പ്രാക്ടിക്കൽ ആവുന്നതും. കാരണം ഭൂട്ടാൻ ഒരു കാലത്തും ഒരു രാജ്യത്തിനും കീഴ്പ്പെടുത്താൻ കഴിഞ്ഞിട്ടില്ല. എന്ന് വെച്ചാൽ ഒരു കാലത്തും കോളനി ആയിട്ട് ഒരു രാജ്യത്തിനും ഭൂട്ടാനെ കീഴ്പ്പെടുത്താൻ കഴിഞ്ഞിട്ടില്ല. ഈവൻ ബ്രിട്ടീഷ് റൂള് ഇന്ത്യയിൽ ഉണ്ടായിരുന്നപ്പോൾ പോലും ഭൂട്ടാൻ ഇൻഡിപെൻഡന്റ് ആയിട്ടായിരുന്നു നിലനിന്നിരുന്നത്. ഇന്ത്യയിലെയും ടിബറ്റിലെയും ഉൾപ്പെടെ വളരെ ഉന്നതരായ പല യോഗ്യവര്യന്മാരും സന്യാസിമാരും ഒക്കെ ഭൂട്ടാനിൽ ഉണ്ട് എന്നാണ് കരുതപ്പെടുന്നത്. ബുദ്ധിസവുമായിട്ടും ഹിന്ദുയിസവുമായും ബന്ധപ്പെട്ട് ഒരുപാട് നിഗൂഢതകൾ ഒളിഞ്ഞിരിക്കുന്ന ഭൂട്ടാൻ കാലചക്രത്തെ സംരക്ഷിക്കുന്ന രാജ്യമെന്ന് കൂടിയാണ് പറയപ്പെടുന്നത്. ഭൂട്ടാനിലെ രാജാവ് ഓൾമോസ്റ്റ് ഒരു സന്യാസിയെ പോലെ തന്നെയാണ് അദ്ദേഹത്തിന്റെ ജീവിതം നയിക്കുന്നത്. അദ്ദേഹം നിഗൂഢതകളുടെ ഒരു കലവറയാണ്. അതിലുപരിയായിട്ട് ശംഭാലയുമായിട്ടുള്ള കണക്ഷൻ ഭൂട്ടാനെ തികച്ചും വളരെ നിഗൂഢത നിറഞ്ഞൊരു രാജ്യമാക്കി മാറ്റുന്നുണ്ട്. ഇത്രയൊക്കെ ഒളിക്കാനില്ലെങ്കിൽ പിന്നെ എന്തിനാണ് ഭൂട്ടാൻ ഇങ്ങനെ ഒറ്റപ്പെട്ട് കഴിയുന്നത്? ചിന്തിച്ചാൽ ചില സംശയങ്ങൾ നമ്മളുടെ മനസ്സിലും വരും. എന്തുകൊണ്ടാണ് പുറം ലോകവുമായിട്ട് ഇത്രയും ഒറ്റപ്പെട്ട് ഇന്ത്യയെ മാത്രം ഡിപ്പെൻഡ് ചെയ്ത് ഭൂട്ടാൻ കഴിയുന്നത്? അവർക്ക് എന്തോ ലോകത്തോട് മറച്ചു വയ്ക്കാനുണ്ട്. അത് ശംഭാലയാണോ, കാലചക്രയാണോ, മറ്റെന്തെങ്കിലും നിഗൂഢതയാണോ? നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യൂ.